19/2/2025 ബുധനാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെ ഉണ്ടാകും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ തൊഴിൽ മേഖല എന്ന എൻ്റെ ഈ പോസ്റ്റ് എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കും നിങ്ങളുടെ നക്ഷത്രഫലം എന്ന് പറയുന്ന ഓരോ ദിവസത്തെയും നക്ഷത്രഫലങ്ങളുടെ ഒരു പൊതുവായ സൂചന വൈകിട്ട് 3 മണിക്കും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് കാണുക. ഓടക്കാലി ജ്യോതിഷം എന്ന യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ചെയ്യുക. അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ നിങ്ങൾ ചെയ്യുക. ഇത് അപ്പോൾ 3 മണിക്കും 6 മണിക്കും നിങ്ങൾ എൻ്റെ യൂട്യൂബ് കാണുക. നമുക്ക് ഈ തൊഴിൽ മേഖല എന്നുള്ളത് 6 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉണ്ട്. നമുക്ക് നോക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തരാം. അത് സ്വീകരിക്കാവുന്നവ സ്വീകരിക്കുന്നതായിരിക്കും. ഇത് നന്നാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുന്നതെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സ്വീകരിക്കും. പിന്നെ ചില കുശുമ്പ്, കുന്നായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വെറുതെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിലുള്ള ഇത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളെല്ലാം അതേ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് പോസ്റ്റുകൾ കണ്ടാൽ അറിയാം. നിങ്ങൾ പലരും പറയുന്ന തൊഴിൽ മേഖലകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് പുതുതായി ഓരോ ദിവസവും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇനി 19/2/2025 ബുധനാഴ്ചത്തെ തൊഴിൽ മേഖല. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ്. ഈ മേടക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ്. തൊഴിൽ മേഖലയിലൊക്കെ ഒരു ആത്മവിശ്വാസവും ഒക്കെ ലഭിക്കും. അതുപോലെ മനസ്സും ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ തൊഴിൽ മേഖല വർക്ക് ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെ പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങൾ, ശില്പങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്കും മേടം രാശിയിലുള്ള രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂലമാണ്. അതേപോലെ സ്വർണ്ണ മേഖലയിലും കമ്പിളി വസ്ത്രം പോലെയുള്ള പുതപ്പുകൾ പോലെ കട്ടി കൂടിയ വസ്ത്രങ്ങളുടെയൊക്കെ നിർമ്മാണ മേഖലയിലും വിനിയോഗ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. ഡിസൈനർ, ഫാഷൻ, ഇൻറ്റീരിയർ വർക്കർ, ഗ്രാഫിക് ഡിസൈനർ പോലുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മേടക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ കൃഷി, ചെറിയ ടെക്സ്റ്റൈൽസ്, പരിസ്ഥിതി പ്രവർത്തകർ ഇങ്ങനെയുള്ളവർക്കും ശീതളപാനീയങ്ങൾ, വഴിയോട കച്ചവടം ഇതൊക്കെ നടത്തുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ മെച്ചമാണ്. മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർക്കും ഒരു പരിധി വരെ മെച്ചമാണ്, മേന്മയുള്ള ദിവസമാണ്. അതേപോലെ ആയുധ വ്യാപാരങ്ങൾ, സ്റ്റീല്, ഇരുമ്പ് മുതലായവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗം, നിയമപാലന മേഖല, യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും മാനേജിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മേടം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമാണ്. അതിൽ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ചിത്രരചനയൊക്കെ നടത്തുന്നവർ, സോഷ്യൽ മീഡിയ വർക്കർമാർ ഇങ്ങനെയുള്ളവർക്ക്, അതിൽ PR മേഖല, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ളവർക്ക് പൊതുവെ മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഇതാണ്. അതേപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, സർക്കാർ ജീവനക്കാർക്ക്, കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക്, ടൂറിസം മേഖല, നയതന്ത്ര മേഖല, രാജ്യാന്തര മേഖല, ഗവേഷകർ ഇങ്ങനെയുള്ളവർക്കൊക്കെ, അതേപോലെ സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലം ആണ്. അതുപോലെ ഫാഷൻ മേഖലകൾ, ഇൻറ്റീരിയർ ഡിസൈൻ മേഖലകൾ, കലാ കായിക രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ആഭരണ മേഖല, ആരോഗ്യ മേഖല, ഹോസ്പിറ്റൽ, ഉപഭോക്തൃ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഹോം നഴ്സിംഗ് മേഖലയുമായി പ്രവർത്തിക്കുന്നവർക്ക്,
വിവാഹ സംബന്ധമായ കാര്യങ്ങളുമൊക്കെ എടുത്തു നടക്കുന്നവർക്ക്, ഈവന്റ് മാനേജ്മെന്റ് നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു സമയം ആണ്. അതേപോലെ നിർമ്മാണ മേഖല, മത്സ്യമാംസാദികളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, ഇങ്ങനെയുള്ളവർക്ക്, അതേപോലെ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ദമ്പതികൾ ചേർന്ന് ചെയ്യുന്ന തൊഴിൽ, നൃത്ത കലാ കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന, വീട്ടു ജോലിക്ക് പോകുന്നവർ, വീടുകളിൽ അലങ്കാര വസ്തുക്കളൊക്കെ നടത്തുന്നവർ, വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ, ട്രഷറി ഇങ്ങനെയുള്ളിടത്ത് ഒക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ പോലീസ്, പട്ടാളം മുതലായ മേഖലകളിൽ, നിയമ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. പൊതുവെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ള ഒരു ദിവസം ആണ്. ജാതകം അനുകൂലമാണെങ്കിൽ ഇവർക്ക് പൊതുവെ മേന്മയുണ്ടാകും. ജാതകം പ്രതികൂലമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഏത് കാര്യത്തിലും ജാതകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിഹാര കർമ്മങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയാത്തത്. ജാതകം നോക്കി പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളത് കൊണ്ട്. ഇനി ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനക്കുറവുള്ളതിൻ്റെ ഒരു ചെറിയ പ്രയാസങ്ങളൊക്കെ അവർക്ക് കാണിക്കും. എങ്കിലും മോട്ടിവേഷൻ മേഖലകളിൽ, അതേപോലെ പഴക്കച്ചവടം, ബ്രാഞ്ച് മാനേജ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, സ്റ്റാർട്ടപ്പുകൾ, രാഷ്ട്രീയക്കാർ തുടങ്ങിയവർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. അതേപോലെ സ്വർണ്ണ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക്, ആയോധന കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക്, എക്സിക്യൂട്ടീവുകൾക്ക്, സിഇഒമാരോ ഒക്കെ അങ്ങനെയുള്ളവർക്ക്, ഫാഷൻ ഡിസൈൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലം ആണ്. അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, മീൻപിടുത്തം അല്ലെങ്കിൽ ബോട്ട് സർവീസുകൾ, കപ്പൽ ഇങ്ങനെയൊക്കെയുള്ള ബന്ധമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിലുള്ളവർ, ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർ, അവരിൽ ലോട്ടറി കച്ചവടം അങ്ങനെയുള്ളതൊക്കെ വഴിയോര കച്ചവടം എന്ന രീതിയിൽ ചെറിയ കച്ചവടക്കാർക്കൊക്കെ. അതുപോലെ പെയിൻറ്റിങ്, മനോരോഗ ചികിത്സാ രംഗത്ത് ഉള്ളവർക്ക് ഒക്കെ അനുകൂലമാണ്. അതേപോലെ പശു, എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. മധുര പലഹാരങ്ങളൊക്കെ വിൽപ്പന ചെയ്യുന്ന ബേക്കറി പോലുള്ളവർക്കൊക്കെ ഇടവം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. എന്നാൽ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർ ഒക്കെ ഈ വഴിയോടെ കച്ചവടം ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. എങ്കിലും ചില ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ വഴിയോര കച്ചവടം ചെയ്യുന്ന ഇടവം രാശിക്കാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖലയിലൊന്നും വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ട വർക്കൊക്കെ ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. അതേപോലെ ബിസിനസ് രംഗത്ത് ശത്രുദോഷം ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറുകാർക്കുണ്ട്. നിയമപാലനം, പോലീസ്, കോടതി മേഖലകളിലുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇടവക്കൂറുകാർ. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് ഗുണകരമാണ്. ചിത്രരചന ഒക്കെ ചെയ്യുന്നവർക്ക്, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമാണ്. ഗവേഷക വിദ്യാർത്ഥികൾക്ക്, പത്രപ്രവർത്തകർക്ക്, എഴുത്തുകാർ, കവി ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. ഡേറ്റ അനാലിസ്റ്റുകൾക്ക് അനുകൂലമാണ്. പൊതുവെ ചെറുകിട ധനകാര്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. IT, സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിയമ മേഖലയിൽപ്പെട്ടവർക്ക് അനുകൂലമാണ്. പ്രാദേശിക വാർത്താ ഏജൻസികളും വാർത്താ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമാണ്. എന്നാൽ ദൈവാധീനം കുറവുള്ളത് കൊണ്ട്
സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ ഒരു അനുകൂലാവസ്ഥ കുറവായിരിക്കും. ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലം കുറവായിരിക്കും. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നയതന്ത്ര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, രാജ്യാന്തര വ്യാപാരം നടത്തുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ഇടവൻ രാശിക്കാർക്ക് ദൈവാധീനം വളരെ കുറവാണ്. വൻകിട ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദേശീയ വിദേശീയ വാർത്തകളൊക്കെ കൂട്ടമായി സമാഹരിക്കുന്ന വാർത്താ ഏജൻസികളായിട്ടുള്ളവർ ശ്രദ്ധിക്കണം. എഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണിത്. ഇടത്തരം ബിസിനസ്സുകാരും ശ്രദ്ധിക്കണം. അഭിഭാഷകർ, ന്യായാധിപന്മാർ എന്നിവരെ പോലുള്ളവർ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമായിരിക്കും. ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, മാനേജ്മെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആരോഗ്യ മേഖല പൊതുവെ അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർക്ക്, ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നടക്കുന്ന അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ പ്രയോജനകരമായ ഒരു ദിവസമാണ് ഇടവം രാശി. നിർമ്മാണ മേഖല, ഇതേപോലെ മത്സ്യമാംസാദികൾ ഒക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. എന്നാൽ ജലത്തിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര ദോഷമുള്ള സമയവും അല്ല. ജലസംബന്ധമായ വസ്തുക്കളുടെ ഉപോൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരും അതിൻ്റെ സേവനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർക്കൊക്കെ അത്ര അനുകൂലമായ സമയം അല്ല. ഇനി മിഥുനം രാശി. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി. മിഥുനം രാശിക്ക് പൊതുവെ എല്ലാ തൊഴിലുകൾക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് 19/2/2025. ദൈവാധീനം ചാരവശപ്രകാരം എല്ലാ ഗ്രഹങ്ങൾക്കും കുറവുള്ള ഒരു ദിവസമാണ്. എല്ലാ ഗ്രഹങ്ങളും അനുയോജ്യമായ സ്ഥലത്തല്ല മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നിൽക്കുന്നത്. ജാതകം വളരെ അനുകൂലമാണെങ്കിൽ മാത്രം കുറേ അനുകൂലാവസ്ഥയുണ്ടാകും. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ രാഷ്ട്രീയക്കാർക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. അതുപോലെ ചില ഡിസൈനുകൾ, പ്ലാനുകൾ തയ്യാറാക്കുന്നവർ, പ്രൊജക്റ്റ് വർക്കുകൾ തയ്യാറാക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ജലവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ, അപകടകരമായ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെ വളരെയധികം മിഥുന രാശിക്കാർ ശ്രദ്ധിക്കണം. സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർ, അതുപോലെ സൈനികം, പ്രതിരോധ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന, സ്പോർട്സ് രംഗത്ത്, ബിസിനസ് രംഗത്ത്, നിയമപാലന രംഗത്ത്, ഈ അപകടകരങ്ങളായ യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് തൊഴിൽ ചെയ്യുന്നവർ, വിദ്യാഭ്യാസ മേഖല, ഗവേഷക വിദ്യാർത്ഥികൾ, IT മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന മിഥുനം രാശിക്കാർ, അതേപോലെ കൺസൾട്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വിദേശികളുമായിട്ടൊക്കെ ഇടപഴകാൻ സാഹചര്യമുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന ഏജൻസികൾ, ഫാഷൻ മേഖലയിലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മിഥുനം രാശിക്കാർ. അങ്ങനെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും മിഥുനം രാശിക്കാർ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ 19-ാം തീയതി. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് പൊതുവേ ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിൽ പോലും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് അവർക്ക് എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടായിക്കിട്ടും. എങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ചിത്രരചനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സോഷ്യൽ മീഡിയ വർക്കർമാർ, അതേപോലെ എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസ്റ്റുകൾ, PR മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, പൊതുവെ ചെറുകിട ധനകാര്യ മേഖലയിൽ പൊതുവെ വർക്ക് ചെയ്യുന്നവർ, വിദ്യാഭ്യാസ മേഖല, IT മേഖലയൊക്കെ പൊതുവെ ഒരു ഗുണകരമായ
തൊഴിൽ മേഖലയായിട്ട് കർക്കിടകക്കുറുകാരെ കുറിച്ച് പറയാം. അതേപോലെ ദേവകാര്യങ്ങൾ, കൺസൾട്ടിംഗ് മേഖലകൾ, ആസൂത്രണം, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക്, അധ്യാപകർക്ക്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ കർക്കിടകക്കുറുകാർക്ക് അനുകൂലമായിരിക്കും. നയതന്ത്ര മേഖലയൊക്കെ അനുകൂലമായിരിക്കും. വൻകിട ബിസിനസ്, ടൂറിസം മേഖല, വലിയ വാർത്താ ഏജൻസികൾ, വാർത്തകളൊക്കെ ബൾക്കായിട്ട് കളക്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, വലിയ ഏജൻസികൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കർക്കിടകക്കുറുകാർക്ക് അനുകൂലമാണ്. ആഡംബര വസ്തുക്കൾ വിൽക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, ഈവന്റ് മാനേജ്മെന്റ് പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകാർ, കർക്കിടകം രാശിക്കാരായ ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആഭരണ മേഖല, ആരോഗ്യ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കർക്കിടകക്കുറുകാർക്ക് പൊതുവെ അനുകൂലം ആണ്. എന്നാൽ നിർമ്മാണ മേഖല, മത്സ്യമാംസാദികളൊക്കെ വിതരണം ചെയ്യുന്ന മേഖല, ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയൊന്നും കർക്കിടകക്കുറുകാർക്ക് അനുകൂലമല്ല. 19 തീയതി അനുകൂലമല്ല. അതേപോലെ മെഡിക്കൽ സ്റ്റോറൊക്കെ നടത്തുന്നവർക്ക്, ഫാർമസിസ്റ്റുകൾക്ക്, ആയോധന കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക്, വസ്ത്രവ്യാപാരമൊക്കെ നടത്തുന്നവർക്ക്, മരവ്യവസായം, ഇരുമ്പ് വ്യവസായമൊക്കെ നടത്തുന്നവർക്ക്, ഡിസൈൻ, ഫാഷൻ, ഇന്ത്യയിലെ ഗ്രാഫിക് ഡിസൈൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്ക് അനുകൂലമാണെങ്കിലും ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യമായി അവർ ഇതിനകത്ത് കാണിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അത്ര അനുകൂലമെന്ന് പറയാൻ കഴിയില്ല. അതേപോലെ ചെറുകിട ടെക്സ്റ്റൈൽ മേഖലകൾ, മനോരോഗ ചികിത്സകർ, അലങ്കാര വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പെയിന്റിംഗ് മേഖലയുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല. പരിസ്ഥിതി പ്രവർത്തകർ ശ്രദ്ധിക്കണം. ആരോഗ്യ മേഖലയിലെ ഈ ലാബ് ടെക്നീഷ്യന്മാരെ പോലുള്ളവരൊക്കെ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർ, ഈ വഴിയോര ഫ്രൂട്ടൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് പശു സംരക്ഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ശ്രദ്ധിക്കണം. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം ചിങ്ങം രാശി. ചിങ്ങം രാശിക്ക് ദൈവാധീനം ഒട്ടുമില്ലാത്തതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ മേന്മയുണ്ടാകും. അതേപോലെ കച്ചവടം, വഴിയോര കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക്, പ്രതിരോധ സൈനിക മേഖലയിൽ, ഭൂമി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, സാങ്കേതിക മെക്കാനിക് എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക്, ആയുധ വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ ഇരുമ്പ്, സ്റ്റീല് മുതലായ കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ കച്ചവടം നടത്തുന്നവർക്ക്, ആടിൻ്റെ ഫാമൊക്കെ നടത്തുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. IT മേഖല, മാനേജിംഗ് മേഖല, സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. നിയമപാലനം, പോലീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. കോടതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതിൽ യന്ത്രങ്ങളുടെ മെക്കാനിക്സ് ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ഫാഷൻ മേഖല, ബ്യൂട്ടി പാർലർ, അലങ്കാര വസ്തുക്കളുടെ വിപണന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വാഹനങ്ങൾ, ഹോസ്പിറ്റലുകളൊക്കെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വിഭാഗങ്ങൾക്കൊക്കെ അനുകൂലമാണ്. സിനിമാ മേഖല അനുകൂലമാണ്. ഉപഭോക്തൃ മേഖല, ഹോം നഴ്സിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. എന്നാൽ മെഡിക്കൽ സ്റ്റോർ, കൗൺസിലിംഗ്, മോട്ടിവേഷൻ, പഴക്കച്ചവടം, മാനേജർമാർ, പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങൾ, ശില്പികൾ, രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അനുകൂലമല്ല. അതേപോലെ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുമ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സ്റ്റീൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ ആളുകൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദോഷകരമാണെങ്കിൽ പോലും ദൈവാധീനമുള്ളൊരു ദിവസം ആയതുകൊണ്ട് പൊതുവെ
മേന്മയുള്ള ദിവസം എന്ന് വേണം പറയാൻ. മെഡിക്കൽ സ്റ്റോറ്, കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഗുണകരമാണ്. ഈ പഴക്കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് പൊതുവേ അനുകൂലമായിരിക്കും. അതേപോലെ പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന മറ്റ് ഭാഗങ്ങളും കൂടെ യോജിപ്പിച്ച് വേണം സ്റ്റാർട്ടപ്പുകൾ കാണാൻ. ശില്പികൾ, രാഷ്ട്രീയക്കാർക്കൊക്കെ അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാമേഖല, വസ്ത്രം, കമ്പിളി വസ്ത്രമൊക്കെ ആയിട്ട് വിൽക്കുന്നവർക്ക് ഒക്കെ അനുകൂലമാണ്. എക്സിക്യൂട്ടീവുകൾക്ക്, സിഒമാർക്കൊക്കെ, അതേപോലെ ഡിസൈനർ, ഫാഷൻ, ഇൻറ്റീരിയർ, ഗ്രാഫിക് ഡിസൈൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർ, ഈ മത്സ്യമാംസങ്ങളൊക്കെ ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്നവർ, നിർമ്മാണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് അത് അനുകൂലമല്ല. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. മനോരോഗ ചികിത്സകർക്ക് അത്ര അനുകൂലമല്ല. പെയിൻറ്റിങ് മേഖലയിൽ മുകളിലൊക്കെ കയറി നിന്ന് പെയിൻറ്റിങ് അപകടകരമായ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പെയിൻറ്റിങ് തൊഴിലാളികൾക്ക് അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. സ്ത്രീകൾ, പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖല ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ശീതളപാനീയങ്ങൾ, വഴിയോര കച്ചവടമൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പശു, എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല. ബേക്കറി സാധനങ്ങളൊക്കെ നടത്തുന്ന ഈ കന്നിക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതേപോലെ തന്നെ അഗ്നി സംബന്ധമായ തൊഴിലുകൾ, സാഹസിക പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഈ ഭൂമി സംബന്ധമായ കച്ചവടം ചെയ്യുന്നവർ, പ്രതിരോധ സൈനിക മേഖലയിൽ, നിയമപരമായ കാര്യങ്ങളിൽ, പോലീസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. യന്ത്രങ്ങളുടെ മെക്കാനിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ആട് ഫാം നടത്തുന്നവർ, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള വ്യാപാരങ്ങൾ, ആയുധങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി തുലാം, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാക്കൂറുകാർക്ക് പറയട്ടെ, പൊതുവെ ഒരു കാര്യങ്ങളിലും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് 19 എന്ന് പറയുന്നത്. 19/2/2025 ബുധനാഴ്ച. എല്ലാ കാര്യങ്ങളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ ജാതകം കൂടെ പ്രതികൂലമാണെങ്കിൽ ഈ ദിവസം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് കായികമായ അധ്വാനം ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വളരെയധികം ഉണ്ടാകും. ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം, അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ബാറുകൾ തുടങ്ങിയ ഒക്കെ നടത്തുന്ന തുലാം രാശിക്കാർക്ക്, IT മേഖലയിലുള്ള തുലാം രാശിക്കാർക്ക് ഒന്നും തന്നെ 19/2/2025 ബുധനാഴ്ച അനുകൂലമായ ദിവസമല്ല. ജാതകം കൂടെ ദോഷകരമാണെങ്കിൽ കൂടുതൽ ദോഷകരമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്ര ദർശനാദി കാര്യങ്ങളൊക്കെ നടത്തി ഈശ്വരാരാധന വരുത്തിയതിനു ശേഷം രാവിലെ തൊഴിൽ മേഖലയിലേക്ക് പുറപ്പെടുക. തൊഴിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ദൈവാധീനമൊക്കെ വരുത്തി നമ്മളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് നല്ല മനസ്സോടുകൂടി ശാന്തതയോടുകൂടി തൊഴിൽ മേഖലയിലേക്ക് പുറപ്പെടുക. അവിടെ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ പലതും നമ്മൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കാനായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായി സത്യസന്ധമായി ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ തൊഴിൽ മേഖലയെ ശ്രദ്ധിക്കുക. പ്രതികരണങ്ങൾ പരമാവധി തുലാം രാശിക്കാർ അന്ന് ഒഴിവാക്കുക. ഈ 19-ാം തീയതി ഒഴിവാക്കുക. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു സമയമാണെങ്കിൽ പോലും ഗുണദോഷ സമ്മിശ്രമായിരിക്കും തൊഴിൽ മേഖല. എങ്കിലും വിദ്യാഭ്യാസ മേഖല, ചിത്രരചന, സോഷ്യൽ മീഡിയ വർക്കുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. വൃശ്ചിക രാശിക്കാർക്ക് എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഈ പ്രാദേശിക വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ വർക്കർമാർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. ഗവേഷകർ, വിദ്യാർത്ഥികൾ, ഡാറ്റ അനാലിസിസ്റ്റുകൾ,
വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, PR മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട വിഭാഗക്കാർക്ക് ഒക്കെ അനുകൂലമായിരിക്കും. പക്ഷേ IT ചില മേഖലകൾക്ക് അനുകൂലമായിരിക്കുകയുമില്ല. കാരണം IT സുരക്ഷാ മേഖല എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ആളുകൾക്ക് ഒക്കെ അനുകൂലമായിരിക്കും. അതേപോലെ ദേവാദി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, സർക്കാർ ജീവനക്കാർക്കൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. അധ്യാപകർ, ഗവേഷകർ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അനുകൂലമാണ്. നയതന്ത്ര മേഖല, രാജ്യാന്തര വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയവർക്കും അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, വലിയ വാർത്തകളൊക്കെ ശേഖരിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. ഫാഷൻ ഡിസൈൻ മേഖല, ആഡംബര വസ്തുക്കളുടെ നിർമ്മാണ മേഖല, അതുപോലെ തന്നെ സിനിമ മേഖല, ഹോസ്പിറ്റൽ മേഖല, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് സിനിമാ മേഖലയ്ക്കൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, പൊതുവെ ഈ വർഷത്തിൽ തൊഴിൽ മേഖലയ്ക്കൊക്കെ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അനിഷ്ടങ്ങളായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഇതാണ്. പൊടുന്നനെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, കാര്യങ്ങളൊക്കെ ഈ വർഷങ്ങളിൽ തന്നെ ഉള്ള ഒരു ഫലമാണ്. ഞാനത് ശനിയുടെ ഫലം പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാം. ശനിമാറ്റം ഒക്കെ, വ്യാഴമാറ്റമൊക്കെ പറയുമ്പോൾ പറയാം കേട്ടോ. എങ്കിലും പൊതുവെ ഈ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ. എന്നാൽ മെഡിക്കൽ സ്റ്റോറുകൾ, കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിലുള്ള വർക്ക് ചെയ്യുന്ന വൃശ്ചികക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. ശില്പികൾ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിൽ നിന്ന് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഈ വൃശ്ചികം രാശിക്കാർ ശ്രദ്ധിക്കുക. സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല. സ്വർണ്ണ മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സിക്യൂട്ടീവ് മേഖലയിൽ ഇരിക്കുന്ന ആളുകളെ, CEO പ്രത്യേകം ആ എക്സിക്യൂട്ടീവ് തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസൈൻ, ഫാഷൻ, ഇന്റീരിയർ, ഗ്രാഫിക് ഡിസൈൻ മേഖലയിലുള്ളവർക്ക് ശ്രദ്ധിക്കണം. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കണം. ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. പരിസ്ഥിതി പ്രവർത്തകർ, ശീതളപാനീയമൊക്കെ വിൽക്കുന്ന ആളുകൾ, വലിയോര കച്ചവടക്കാരൊക്കെ അവരുടെ തൊഴിൽ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മനോരോഗ ചികിത്സകർ പ്രത്യേകിച്ച് അനുകൂലമല്ലാത്ത ദിവസമാണ്. കാർഷിക മേഖലയിലും അത്ര അനുകൂലമായ ദിവസമല്ല വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്കാർക്ക് ദൈവാധീനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യാവൂ, അല്ലെങ്കിൽ നഷ്ടങ്ങളുണ്ടാകും. എങ്കിലും മെഡിക്കൽ സ്റ്റോറൊക്കെ നടത്തുന്നവർ, കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിൽ നടത്തുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ പഴക്കച്ചവടം ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചെറിയ ചെറിയ സ്ഥാപനങ്ങളുടെ മാനേജർമാർ സ്ഥാപനത്തൊക്കെ ഇരിക്കുന്നവർക്ക് പൊതുവെ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം. പൂജാദ്രവ്യങ്ങൾ, ചെറുകിട സ്റ്റാർട്ടപ്പുകൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ, ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. ആയോധന കലാരംഗത്ത്, വസ്ത്രം, കമ്പിളി, വൃക്ഷം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത്, മര വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. പക്ഷേ മര വ്യവസായങ്ങൾ സർക്കാർ മേഖലയിൽ നിന്ന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ധനുരാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാർഷിക മേഖല പൊതുവെ അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് രംഗത്ത്, ചെറുകിട ടെക്സ്റ്റൈൽ മേഖലയിൽ നിൽക്കുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമാണ്. മനോരോഗ ചികിത്സയിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. ജലവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണകരമാണ്. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖല, പൊതുവെയുള്ള ആരോഗ്യ മേഖല അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പന, വഴിയോര കച്ചവടം ഒക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. പശു, എരുമ മുതലായവയൊക്കെ അവരുടെ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക്, ബേക്കറി സാധനങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതുപോലെ ഈ കച്ചവടം, വലിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, ഭൂമി സംബന്ധമായ റിയൽ എസ്റ്റേറ്റ് മേഖല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. നിയമപാലനം, പോലീസുമായി നേരിട്ട്, പോലീസ്, കോടതി മുതലായ കാര്യങ്ങളിൽ നിയമപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവാധീന കുറവുള്ളൊരു ദിവസമാണ് അവർക്ക്. യന്ത്രങ്ങളുടെ മെക്കാനിക് മേഖല, അപകടകരങ്ങളായ യന്ത്രങ്ങൾ ജോലി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് ഒട്ടും അനുകൂലമല്ല. പത്രപ്രവർത്തകർ, ഗവേഷകർ, അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം. പ്രാദേശിക വാർത്താ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സോഷ്യൽ മീഡിയ വർക്കുകൾക്കൊക്കെ
ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ് ധനുരാശിക്കാരെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, പ്രൊജക്റ്റുകൾ ആസൂത്രണം ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. ടൂറിസം മേഖലയിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. വൻകിട ബിസിനസ്സുകൾ നടത്തുന്നവർ, നയതന്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ദേശീയ വിദേശീയ വാർത്തകളൊക്കെ വളരെയധികം ബൾക്കായി സ്വീകരിച്ചിട്ട് മറ്റ് ചെറിയ ചെറിയ ഏജൻസികൾക്കൊക്കെ നൽകുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ്, പൊതുവെ അനുകൂലമാണ്. എങ്കിൽ പോലും പൊതുവെ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാണ്. അതുകൊണ്ട് ഞാൻ പരമാവധി ദോഷകരമാകാവുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകാൻ വേണ്ടി. മെഡിക്കൽ സ്റ്റോർ, കൗൺസിലിംഗ് മേഖലയിൽ, മോട്ടിവേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യണം, ശ്രദ്ധിച്ചോളണം. ഈ പഴക്കച്ചവടക്കാർ, ചെറുകിട മാനേജർമാർ, അവരൊക്കെ ശ്രദ്ധിച്ചോളണം. ചെറുകിട സ്ഥാപനങ്ങളിലെ മാനേജർമാർ, പൂജാദ്രവ്യങ്ങൾ, ചെറിയ സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങൾ, ശില്പികൾ, രാഷ്ട്രീയക്കാർ, ഇവർക്കൊന്നും അനുകൂലമല്ല മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം. സ്വർണ്ണ മേഖല, അതിൽ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ആയോധന കലാ രംഗത്ത് നിൽക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഇതിൽ എക്സിക്യൂട്ടീവുമാർ, സിഇഒമാരൊക്കെ, സ്ഥാപനങ്ങൾ സിഇഒമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസൈനർ, ഫാഷൻ, ഇന്റീരിയർ, ഗ്രാഫിക് ഡിസൈനൊക്കെ ചെയ്യുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിരിക്കും. അതുപോലെ ഈ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, മണ്ണിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സിവിൽ എഞ്ചിനീയേഴ്സ് പോലുള്ളവർ, മത്സ്യ മാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പൊതുവെ മകരക്കൂറുകാർക്ക് ദൈവാധീനമുള്ള ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് മേന്മകൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ മേന്മയുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ വർക്കറുകൾ, വാർത്ത പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എങ്കിൽ അവർക്ക് പൊതുവെ ഗുണകരമാണ്. പ്രാദേശിക വാർത്താ പ്രവർത്തകർക്ക് ഗുണകരമാണ്. ഗവേഷക വിദ്യാർത്ഥികൾക്ക്, ഡാറ്റ അനാലിസിസുകൾക്കൊക്കെ ചെറിയ തോതിൽ ഗുണകരമായ ദിവസമാണ്. PR വർക്ക്, ധനകാര്യ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവർക്ക്, പൊതുവെ IT മേഖലക്കാർക്കൊക്കെ ഈ മകരക്കൂറുകാർക്ക് ഗുണകരമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, കൺസൾട്ടിംഗ് മേഖലയിലെ സർക്കാർ ജീവനക്കാർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. പ്രൊജക്റ്റ് വർക്കുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. ടൂറിസം മേഖല ഗുണകരമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. വൻകിട ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക്, എഡിറ്റിംഗ് മേഖലയിലെ അഭിഭാഷകർ, ന്യായാധിപർ തുടങ്ങി ഉയർന്ന കോടതികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. നയതന്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, രാജ്യാന്തര വ്യാപാരമൊക്കെ നടത്തുന്ന മകരക്കൂറുകാർക്ക് അനുകൂലമാണ്. അധ്യാപകർ, ഗവേഷകർ തുടങ്ങിയവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. അതുപോലെ സ്ത്രീകൾ മാത്രം പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്നവർ, വീട്ടുജോലിക്ക് നിൽക്കുന്നവർ, ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. വാഹന സംബന്ധമായ, ആഭരണ സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പൊതുവെ ആരോഗ്യ മേഖല മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട്, ഹോം നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ സമയം ആണ്. ഇനി കുംഭം രാശി. കുംഭം രാശിക്ക് കുംഭവും മീനവും ഉൾപ്പെടെ ഈ 2 രാശികൾക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് ഞാൻ അത് രണ്ടും പൊതുവെ ഏകീകരിച്ചാണ് പറയുന്നത്. കുംഭം രാശി എന്ന് പറഞ്ഞാൽ അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ കുംഭം മീനം രാശി ജനിച്ചവർക്ക് പൊതുവെ ഒരു കാര്യത്തിലും അനുകൂലമല്ലാത്ത ദിവസമാണ്. എല്ലാ കാര്യത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു ദിവസമാണെന്നുള്ളത് കൊണ്ട് ദൈവാധീനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് വ്യാപൃതമാകാൻ. കാരണം നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്ത് പൊതുവെ കർമ്മ മേഖലയിലേക്ക് വ്യാപൃതമാകാം. പ്രത്യേകിച്ച് അഗ്നിസംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ, അതേപോലെ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്നവർ, അപകടകരമായ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഈ മെക്കാനിക്കൽ മേഖലയിലൊക്കെ യന്ത്രങ്ങളുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, സ്വർണ്ണ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, ജുവല്ലറികളൊക്കെ നടത്തുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കാം. പട്ടാളം, പോലീസ് രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ 2 കൂറുകാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതേപോലെ
ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, പ്രത്യേകം കുംഭക്കൂറിലും മീനക്കൂറിലും പെട്ട ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ അവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം വർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരുടെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ വഴക്ക് കേൾക്കുകയോ അല്ലെങ്കിൽ മനസ്സിന് വിഷമകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ കുംഭക്കൂറും മീനക്കൂറുകാരൊക്കെ അങ്ങനെ ഹോട്ടൽ ജീവനക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. അതുപോലെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ നിൽക്കുന്ന ഫാർമസിസ്റ്റുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. മെഡിസിനൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. ഈ കുംഭം മീനം രാശിയിൽ ജനിച്ചിട്ടുള്ളവർ മോട്ടിവേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ചെറുകിട സ്റ്റാർട്ടപ്പുകൾ നടത്തിയായി കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ഡിസൈൻ, ഫാഷൻ, ഇന്റീരിയർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ജലവുമായി നേരിട്ട് പോകുന്നവർ, ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കടലിൽ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർ, ഈ വഞ്ചിയിലൊക്കെ പോകുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ജലവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കണം. പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ശീതളപാനീയങ്ങളൊക്കെ വിൽക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ, അങ്ങനെയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. കുംഭക്കൂറായാലും മീനക്കൂറായാലും അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഈ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇവർ കൂടുതൽ രണ്ട് കൂറുകാരും, കുംഭം മീനക്കൂറുകാർ രണ്ടുപേരും ഈ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആട് ഫാം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ധനം നഷ്ടപ്പെടാനുള്ള സാധ്യത കുംഭക്കൂറുകാർക്ക് പ്രത്യേകം ഉണ്ട് എന്നുള്ളത് കൊണ്ട്. ഇത് പൊതുവെ ഉള്ള തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് തൊഴിൽ മേഖലകൾ നമുക്കുണ്ട്. അതെല്ലാം പറയുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോൾ ഇതിനകത്തുള്ള അനുബന്ധ മേഖലകളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിനെ സമീപിക്കുക. പൊതുവെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളാകുന്ന ആ കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറേയധികം നിർദ്ദേശങ്ങളൊക്കെ വന്നതനുസരിച്ച് കുറേയധികം തൊഴിൽ മേഖലകൾ ഞാൻ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയാൽ ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് വളരെയധികം അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇത് ദിവസവും ഇതേപോലെ ഇരുന്ന് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ചില്ലറ പണിയല്ല. ഇതിനൊന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു മൂല്യം ഇത് കേൾക്കുന്നവർ കാണണം. അത് ഒന്ന് മനസ്സിലാക്കണം. ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇതിലെന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.